കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ പഞ്ചായത്തിലെ ശ്രീ പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി ഫെബ്രുവരി 23 കുംഭമാസത്തിലെ ഭരണി നാളിൽ ആരംഭിച്ച് മാർച്ച് 22 മീനമാസത്തിലെ ഭരണി നാളിൽ അവസാനിക്കുകയാണ്. കുംഭമാസത്തിലെ ഭരണി നാളിൽ താലപ്പൊലി തുടങ്ങി അതിനോടനുബന്ധിച്ച് മീനമാസത്തിൽ പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അവകാശികളുടെ 10 തറവാട്ടുകാരുടെ 10 കളമ്പാട്ട്, അതുപോലെ തന്നെ ആശേരി ആവാത്താന്റെ പന്തള്ളിൽ 6 കളമ്പാട്ട്, വേലയോടനുബന്ധിച്ച് വേല എഴുന്നള്ളത്തിനോട് മുന്നോടിയായി ആശേരി ആവാത്താന്റെ പന്തലിൽ 6 കളമ്പാട്ടും, താഴെ തണ്ടാന്റെയും ക്ഷേത്ര ആവാത്താന്റെയും നേതൃത്വത്തിൽ 10 തറവാട്ടുകാർ കഴിക്കുന്ന 10 കളമ്പാട്ടും, ആ 10 കളമ്പാട്ടിനോടനുബന്ധിച്ച് മാർച്ച് 21 എഴുന്നള്ളത്ത്, പൊങ്കാല, തുടർന്ന് 22 വേലയോടുകൂടി ഈ വർഷത്തെ ഉത്സവം സമാപിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന താലപ്പൊലിയാണ് പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഓരോ വർഷം തോറും നടന്നു വരുന്നത്. അതിനനുസരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഈ വർഷം ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, താലപ്പൊലി കടന്നു വരുന്ന ക്ഷേത്ര നട വലിയ രീതിയിൽ അതിന്റെ കരിങ്കല്ല് വിരിച്ച് ഭക്തജനങ്ങൾക്ക്, താലപ്പൊലി എടുക്കുന്ന സ്ത്രീകൾക്കും ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിൽ സുഗമമായി ക്ഷേത്ര ദർശനം നടത്തുന്നതിനാവശ്യമായ വിപുലമായ പ്രവർത്തനം ക്ഷേത്ര നടയിലും, അതുപോലെ തന്നെ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഊട്ടുപുര നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഇതിന്റെ പ്രവൃത്തി. ഉത്സവത്തോടനുബന്ധിച്ച് ഊട്ടുപുരയുടെ പ്രവൃത്തിയും അവസാനിപ്പിച്ച് ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ക്ഷേത്ര ട്രസ്റ്റി ബോർഡും ആഘോഷ കമ്മിറ്റിയും. ഊട്ടുപുരയും ക്ഷേത്ര നടവും മാത്രമല്ല, ക്ഷേത്രത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങളും ക്ഷേത്രങ്ങളിൽ നടന്നു വരികയാണ്. ക്ഷേത്രം തന്ത്രിയും പാരമ്പര്യ ട്രസ്റ്റിയുമൊക്കെയായി കൂടിയാലോചിച്ച് ക്ഷേത്രത്തിലെ ആചാരങ്ങളിലൊക്കെ വരുത്തേണ്ട മാറ്റങ്ങൾ, പ്രധാനമായും വാഹനപൂജ ഇപ്പോ കഴിക്കുന്നത്, ആ വാഹനപൂജ നടത്തേണ്ട സ്ഥലം അതിനാവശ്യമായ രീതിയിൽ ഭക്തജനങ്ങളൊരു പുതിയ വാഹനം വാങ്ങി വന്നാൽ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആ വാഹനപൂജ നടത്തേണ്ടതിനാവശ്യമായ ഒരു സൗകര്യങ്ങളും കൂടി ക്ഷേത്രത്തിൽ ഞങ്ങൾ തന്ത്രിയുടെയും പാരമ്പര്യ ട്രസ്റ്റിയുടെയൊക്കെ അനുവാദത്തോടു കൂടി അവരുടെ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ട് ആ രീതിയിലേക്കുള്ളൊരു മാറ്റം കൂടി ക്ഷേത്രത്തിൽ വരുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിലെ മാതൃസമിതി വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഐക്യത്തോടുകൂടി ക്ഷേത്രത്തിലെ അന്നദാനങ്ങളാണെങ്കിലും മറ്റു ക്ഷേത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മാതൃസമിതിയുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. മാതൃസമിതി ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ട്രസ്റ്റി ബോർഡിനോടൊപ്പവും ആഘോഷ കമ്മിറ്റിയോടൊപ്പവും ഭക്തജനങ്ങളോടൊപ്പവും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ക്ഷേത്രത്തിലെ മാതൃസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആഘോഷ കമ്മിറ്റിക്കാണെങ്കിലും ക്ഷേത്രം ട്രസ്റ്റി ബോർഡിനാണെങ്കിലും സാധിക്കുന്നത്. തുടർന്നും ഉത്സവത്തോടനുബന്ധിച്ചും ഉത്സവത്തിന് ശേഷവും ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടക്കേണ്ടതുണ്ട്. ഈ രീതിയിലുള്ള വികസന പ്രവർത്തനം നടത്തുന്നതിന് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ബോർഡിനും ആഘോഷ കമ്മിറ്റികൾക്കും പുനരുദ്ധാരണ കമ്മിറ്റികൾക്കും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.